ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന നൈറ്റി ബിസിനസ്സിൻ്റെ വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോണ്ട് ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നല്ല ഒരുപാട് വണ്ണവും വയറും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ബോഡി ഷേപ്പിൽ, അങ്ങനെയുള്ളവർക്കും നല്ല ബോഡി ഷേപ്പിൽ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വണ്ണം ഉള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നോക്കി വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഇടുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ വണ്ണമൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. നമ്മുടെ വയറൊക്കെ എടുത്ത് കാണിക്കുകയും നല്ലതായിട്ട് വണ്ണം അറിയും. അപ്പം നമ്മൾ ഡിസൈൻസ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ഡാർക്കി ആയിട്ടുള്ള, അതായത് കുറച്ച് ചെറിയ ചെറിയ ഫ്ലവേഴ്സും അതുപോലെ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ വരുന്ന അങ്ങനത്തെ ആ ഒരു സൈസ് മെറ്റീരിയൽ നിങ്ങൾ നോക്കി വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരുപാട് വണ്ണവും വയറും തോന്നിക്കത്തില്ല നിങ്ങൾ ചുരിദാർ വെയർ ചെയ്യുമ്പം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വിചാരിച്ചാൽ, ഇപ്പം റയോൺ മെറ്റീരിയൽസിൻ്റെ കുർത്തീസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പുകളിൽ. അപ്പം ഇപ്പോൾ എല്ലാവരും ഇടാനുള്ള ആ ഒരു സുഖത്തിനൊക്കെ വേണ്ടി നല്ല സുഖമാണ് അത് ഇടുമ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റയോണിൻ്റെ മെറ്റീരിയൽസാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് വണ്ണം ഉള്ളവർ അത് അങ്ങനത്തെ ആ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലിറ്റ് ഇല്ലാത്ത ടോപ്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിരിക്കും. അതായത് നമ്മൾ ആ ഒരു XXL അല്ലെങ്കിൽ XXL സൈസ് എടുത്തെന്ന് പറഞ്ഞാലും കുറച്ച് ഒരു 1-2 പ്രാവശ്യം അലക്കി കഴിയുമ്പോൾ നന്നായിട്ട് അത് ചുരുങ്ങും. അപ്പോൾ നമുക്ക് അത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്തായാലും നന്നായിട്ട് ഇങ്ങനെ, അതായത് റയോൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ചിങ്ങനെ ഒട്ടിക്കിടക്കുന്ന സൈസ് ഒരു മെറ്റീരിയലാണ്. അപ്പം ഒരുപാട് വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം റയോൺ മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങിച്ച് ലൈനിങ്ങും വെച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള, അതായത് പ്ലെയിൻ ആയിട്ടുള്ള എടുക്കാതെ കുറച്ച് പ്രിൻറ്റഡ് ആയിട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉള്ള ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് ലൈനിങ്ങും കൂടെ വെച്ചിട്ട് നിങ്ങളുടെ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക. അല്ല, നിങ്ങൾ ചുരിദാർ തയ്ക്കാൻ വേണ്ടി കൊടുക്കുമ്പം നിങ്ങളുടെ സ്ലിറ്റിൻ്റെ ആ ഒരു ഇറക്കം എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സ്ലിറ്റ് അവർ അളവെടുക്കുന്ന ആർക്കാണോ തയ്ക്കാൻ കൊടുക്കുന്നത്, അപ്പോൾ അവർ അളവെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്ലിറ്റ് ഒരുപാട് താഴോട്ട് ഇറക്കരുത്. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 18 മുതൽ 20 നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ സ്ലിറ്റ്. നമ്മുടെ ഹൈറ്റ് നന്നായിട്ട് കൂടുതലുള്ളവരാണെങ്കിൽ മാത്രം അതിനെക്കാട്ടിയും കുറച്ചും കൂടെ കൂട്ടാം. ഓക്കെ, അപ്പം ഒരുപാട് സ്ലിറ്റ് അങ്ങോട്ട് ഇറക്കിക്കഴിഞ്ഞാൽ എന്താവുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വയറിൻ്റെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ സ്ലിറ്റ് തയ്ക്കുമ്പം എപ്പോഴും ഒരുപാട് ഇറക്കി തയ്ക്കാതെ ഒരു മീഡിയം, അതായത് നമുക്കൊരു തയ്ക്കേണ്ട ഒരു മിനിമം അളവുണ്ട്. അതായത് ഒരുപാടൊന്നും കയറിപ്പോവില്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരളവുണ്ട്. അപ്പോൾ അതിനേക്കാട്ടിൽ ഒരുപാട് താത്തുമ്പോഴാണ് ചിലവർ ഒരുപാട് താത്തുന്ന കാണാറുണ്ട്. അതുപോലെ തന്നെ റെഡിമെയ്ഡ് കുർത്തീസൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒത്തിരി താത്തിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് പിന്നെ ഷോപ്പിലൊക്കെ, സ്റ്റിച്ചിങ് ഷോപ്പിലൊക്കെ കട്ട് ചെയ്ത് സ്ലിറ്റ് അടിച്ച് കയറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ സ്ലിറ്റ് കയറ്റിയെങ്കിൽ മാത്രമേ അത് ഇടാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം തുണി അധികം കാണത്തൊന്നുമില്ല, സ്ലിറ്റ് അഴിച്ച് കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ലിറ്റ് തയ്പ്പിക്കുമ്പോൾ റെഡിമെയ്ഡ് ആണെങ്കിൽ നിങ്ങൾ സ്ലിറ്റ് മുകളിലേക്ക് കുറച്ച് കൂടുതൽ കയറിയിട്ടുള്ള സ്ലിറ്റ് നോക്കിയെടുക്കുക. അപ്പം ഒരുപാട് വയറും വണ്ണവും ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്തവർക്ക് ഇതൊരു പ്രശ്നമായിരിക്കത്തില്ല. അപ്പം ഒത്തിരി വണ്ണം ഉള്ളവർ, ഹൈറ്റ് കുറഞ്ഞവർ ഈ പറഞ്ഞ പോലെ 18 മുതൽ 20 നിർത്താൻ നോക്കുക. അതായത് നമ്മളെ സ്ലിറ്റിൻ്റെ ഇറക്കം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അത് അറിയായിരിക്കും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം, അതായത് ഒരുപാട് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രശ്നം, നല്ല ബോഡി ഷേപ്പിൽ ചുരിദാർ കിട്ടും. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പം നല്ല നീളത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇറക്കം കുറച്ച്, അതായത് നമ്മുടെ മുട്ട് വരെയൊക്കെ ഇറക്കം വെച്ച് കഴിഞ്ഞാൽ വണ്ണമുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടെ വണ്ണം എടുത്ത് കാണിക്കും. ഇനിയിപ്പം അതായത് വണ്ണം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇറക്കം നന്നായിട്ട് കൂട്ടുക. അതായത് ഇപ്പം നല്ല ഇറക്കത്തിൽ തന്നെയാണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നത്. ഇറക്കം കൂടുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അതായത് നമുക്ക് നന്നായിട്ട് മെലിഞ്ഞ് സ്ലിമ്മായിട്ടിരിക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത്തിൽ ചുരിദാർ തയ്ക്കുക.
ഇനി നമ്മുടെ കുർത്തിയിൽ നമുക്ക് നല്ല ബോഡി ഷേപ്പ് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുക എന്നുള്ളത്. അപ്പം വണ്ണം കുറഞ്ഞവരാണെങ്കിലും വണ്ണം കൂടിയവരാണെങ്കിലും, വണ്ണം കൂടിയവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് പറയുന്നത്. അപ്പം വണ്ണം കൂടുതലുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ, പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പം ഫ്രണ്ടിലും ബാക്കിലും ടക്ക് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ടക്ക് ഇടുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നല്ല ഷേപ്പായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ടിലെ ടക്ക് ഒരു വൃത്തികേടായിട്ട് തോന്നത്തുമില്ല, ടക്ക് അവിടെ ഉള്ളതായിട്ട് മനസ്സിലാകത്തുമില്ല. ഇനി അടുത്ത ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ 3/4 കൈ വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ 3/4 കൈ വയ്ക്കുമ്പോഴും ഒരുപാട് വണ്ണം തോന്നിക്കത്തില്ല. അപ്പോൾ ചെറിയ കൈ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് വണ്ണം തോന്നിക്കുന്നതായിട്ട് മനസ്സിലാവും. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം സാരി ബ്ലൗസിനാണെങ്കിലും ശരി, 3/4 കൈ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മെലിഞ്ഞതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അതിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം പിന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇനി നിങ്ങൾക്ക് ഇപ്പം ബാക്കിൽ സിബ് വയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യിപ്പിക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ ചെയ്യിപ്പിക്കാറുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഇത് ബാക്കിൽ സിബ് വെച്ചാലും നല്ല ഷേപ്പിൽ ചുരിദാർ കിട്ടും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ബോഡി ഷേപ്പിലുള്ള ചുരിദാർ നമുക്ക് കിട്ടും. ഇനി ടക്കൊക്കെ അടിക്കാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ എടുത്തിട്ടോളാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ചെറിയൊരു ഫുഡ് ആൻഡ് വ്ളോഗിൻ്റെ ചാനലുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല അടിപൊളി വ്ളോഗ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, താങ്ക് യു.